അങ്ങനെ 3 മാസം ശേഷം നമ്മളെ ഹോട്ടൽ ഇന്ന് തുറക്കും. വീട്ടിൽ നിന്ന് ഭ്രാന്തായില്ലേ? പിന്നെ അണ്ണ എത്രന്നും പറഞ്ഞ് പിള്ളേരുടെ പേ നോക്കിക്കൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ. വഴിയൊന്നുമല്ല, ഞാൻ നീന്തി അങ്ങ് വന്നോളാം. നീ നടക്കടാ, എനിക്ക് അറിഞ്ഞൂടാത്ത വഴിയല്ലേ. നീ എന്തിനു 3 മാസം വീട്ടിൽ ഇരുന്നു? കൊറേ നേരമൊക്കെ പിള്ളേരുടെ പേ നോക്കും, പിന്നെ കാണാൻ സീരിയലും ഇല്ല, ഒന്നും ഇല്ല. ഞാൻ പിന്നെ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ക്രിയേറ്റിവിറ്റി അതായത് നമ്മുടെ ഈ കൊറോണയ്ക്ക് സമയത്ത് കുറെ യൂട്യൂബ് ചാനൽ ഇറങ്ങിയില്ല, അങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വെറൈറ്റി വീഡിയോ ഇട്ടു. ലിങ്ക് ഒന്നും എനിക്ക് അയച്ചു തന്നില്ലല്ലോ. അതിനു മുമ്പ് അത് ഡിലീറ്റ് ആയി പോയി. സംഭവം എന്താണെന്ന് അറിയാമോ? അതായത് എല്ലാവരും ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയല്ലേ കഴുകണം. ഞാൻ ഒരു സ്പെഷ്യൽ ഐഡിയ ഇറക്കി. അതായത് നമ്മുടെ ഈ സ്രവത്തിലൂടെ അല്ലേ ഈ കൊറോണ വരുന്നത്. അങ്ങനെ വാക്കകത്ത് ഒഴിച്ച് കുളിക്ക് തുപ്പുന്ന ഒരു വീഡിയോ. പക്ഷേ വൈറലായില്ല, എന്റെ വയറിളകി. അത് ഈ കുളിക്ക് തുപ്പിയ കൂട്ടത്തിൽ ശകലം ഞാൻ കുടിച്ചിറങ്ങി. 3 ദിവസം ഞാൻ അങ്ങനെ അനുഭവിച്ചു. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ കൊറോണ ആയിട്ട് എല്ലാരും നാട്ടിൽ പോയി, നീ എന്താ പോയിട്ട് വരാത്തത്? ഞാൻ നാട്ടിൽ പോയതാണല്ലോ. ഞാൻ പോയി നാട്ടിൽ പോയായിരുന്നാ? എന്നിട്ട് നീ പെട്ടെന്ന് വന്നു? ഞാൻ പോയി ഒരു ദിവസം കിടന്ന് ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ട്രെയിനിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പൊ മാറി കയറണം. എന്നിട്ട് വേറെ ട്രെയിനിൽ മാറി കയറണം. ഞാൻ മാറിയില്ല. അവിടുത്തെ തിരിച്ച് കണ്ണു തുറന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോ കൊസി വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നു. നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പോലീസിനെ തള്ളി വിളിച്ച് പ്രതിഷേധത്തിനൊക്കെ പോയില്ല? പൂസയൊക്കെ കൊണ്ട് നിങ്ങൾ കൊണ്ട് കളയത്തില്ല. അപ്പൊ കൊണ്ട് കളയുമ്പോ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോരില്ല. അതുപോലെ നാം അന്ന് മലയാളം എടുക്കാം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാകരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എന്നും നിൻ കൃപാവൈഭവം. ഇത് പാടിയതിന്റെ ബാക്കി പാടാൻ കൈതപ്പുറം മോഹൻലാലും തമ്മിലുള്ള മത്സരമല്ല. ഈശ്വര സത്യ ഹേ, സത്യ ഹേ, ശിവ ഹേ. മുഹമ്മദ് റാഫി ഇവിടെ എന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അല്ല, മോഹൻലാലിന്റെ പാട്ടിന്റെ ഫ്ലോയിൽ നമ്മളങ്ങ് പാടിപ്പോയതാണ്. ഇതൊക്കെ ഫ്ലോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഇന്ത്യയോടൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതിയ കറികൾ വെക്കുവാനും പഴയ കറികൾ കളയുവാനും. എന്നെ മലയാളെ അല്ല, ഞാൻ ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സകലമാന ദൈവങ്ങൾക്ക് നേർച്ചയും വെച്ച് ഗണപതിക്ക് 101 തേങ്ങ ഉടച്ച്. എന്തിനാണെന്ന് അറിയോടാ? സർക്കാർ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഹോട്ടൽ തുറക്കാനുള്ള പെർമിഷൻ തരാനായിട്ട്. എനിക്കറിയാം 2 മാസം നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടെന്ന്, ബുദ്ധിമുട്ടിയെന്ന്. അല്ലേ ബാബു? ഇല്ല മലയാളി, ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഫ്രീ ഫുഡ് കിട്ടി. പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് കിറ്റ് കൊണ്ട് തന്നു. ഞങ്ങൾക്ക് 2 കിറ്റ് മലയാളിക്ക് കൊടുക്കാൻ ഞങ്ങൾ ചിന്തിച്ചാ, പക്ഷെ പറ്റില്ല മലയാളി. പിന്നെ ഞങ്ങൾക്ക് ബജ്ജിയും മറ്റേ ലുഡോ ഒക്കെ ഉള്ളുണ്ട്. ബജ്ജി അല്ലടാ, പബ്ജി. അത് കളിച്ചത് കാരണം നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖമായിരുന്നു. ഞങ്ങൾ അതിഥികളല്ലേ മലയാളി, അതിഥികളല്ലേ. പണ്ട് ഇവിടെ ചെയ്ത ജോലി അറിയാല്ലേ? ഇങ്ങനെ ചായ അടി, സവാള അരിയല്, പൊറോട്ട അടി, ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? ബജ്ജി കളിച്ച് മറന്നുപോയി, ഇങ്ങനെ വെടി വെച്ച് മറന്നുപോയി. എന്നാലും ഫ്ലോ നോക്കാം, അറിഞ്ഞ ഫ്ലോ വരട്ടെ നോക്കാം. ഇടയിൽ 2 മാസം ലോക്ക്ഡൌൺ സമയത്ത് സകലമാന മുതലാളിമാരെ തൊഴിലാളിമാരെ പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞു വിടാത്തിരുന്നതെന്ന് അറിയാമോ? കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ. ഞങ്ങളുടെ എന്റെ കുടുംബം, നിന്റെ കുടുംബം പട്ടിണി കിടന്നത് എനിക്കെന്ത്?
പിന്നെ നമ്മൾ ഈ റീ ഓപ്പൺ ചെയ്തത് കൊണ്ട് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഫുഡ് ഇൻസ്പെക്ടർമാരില്ലേ അവർ വരാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഏത് വേഷത്തിൽ എപ്പോൾ കയറി വരും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല ഇപ്പൊ പ്രശ്നമില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സേഫ്റ്റി പിടിച്ചത് ഇവൻ ഹാൻസം മറ്റോണ്ടെന്ന് പൊറോട്ട അടിച്ചതല്ലേ. ഈ പ്രാവശ്യം പ്രശ്നമില്ല. അത് ഹാൻസ് പൂർത്തിയല്ല, മാസ്ക് വെച്ചേക്കില്ല, അപ്പൊ അറിയത്തില്ലല്ലോ. മാസ്ക് വെക്കണ കേട്ടാ. ഞാൻ ഹാൻസും വെക്കാം മാസ്കും വെക്കാം. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബിന്ദു കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളുടെ കർപ്പൂരം ബിന്ദു ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോ മൊത്തത്തിലൊരു ചേഞ്ച് കുറച്ച്. സത്യം ഞാൻ ഈ 2 മാസം ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. തന്നെ വന്നില്ലല്ലോ. അതെ, ഈ 2 മാസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നപ്പം എപ്പോഴെങ്കിലും എന്നെ ഓർത്തിട്ടുണ്ടോ ബിന്ദു? ഇതിട്ട് കൊന്ന കേസുണ്ടാടാ? ഇല്ലല്ല, കൊന്നുകളെ ഞാൻ. ബിന്ദു ഇവന്മാരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊറോണ എല്ലാ സ്ഥലത്തും ബിന്ദുവിന്റെ ഒരു കണ്ണ് വേണം. ബിന്ദുവിന്റെ കണ്ണിലാണ് എന്റെ പ്രതീക്ഷ. നമ്മൾ 2 മാസം കഴിഞ്ഞിട്ടല്ലേ തുറക്കുന്നത്. അപ്പൊ ഏത് നിമിഷം സേഫ്റ്റി ഓഫീസർമാർ ഫുഡ് ഇൻസ്പെക്ടർ പല വേഷത്തിൽ വരും. ബിന്ദു ഒന്ന് ശ്രദ്ധിച്ചോണം. അയ്യോ സാറേ, ഞാൻ ഇവിടെ യാതൊരു പ്രശ്നമില്ലല്ലോ. നമ്മളെല്ലാരും എല്ലാ സുരക്ഷ എടുത്തിട്ടില്ലേ? ഇവന്മാര് വേണ്ട കുളിക്കാതിരുന്ന് ഇവൻ വരെ കുളിച്ചില്ലേ? മുടി കളർ ചെയ്തിരിക്കുന്നുണ്ടില്ലേ? ഇത് മുടി കളർ ചെയ്തതല്ല, മുളകൊടിയുടെ പാട്ടൊന്ന് തലയെ കൂടെ വിടും. ഇതൊക്കെ പൊട്ടി കളഞ്ഞിട്ട് വേടാ. എന്റെ ബിന്ദു ബിന്ദു വെച്ചിട്ട് തുമ്മ. സോറി സാറേ, മുളകുപൊടി അലർജിയാ. നിനക്ക് വല്ല കൊറോണ വന്നത് എനിക്കും പകരൂലേ? സോറി സാർ. ആര് പറഞ്ഞു? ബിന്ദുവിന് കൊറോണ ഉണ്ടെങ്കിൽ മോലാളിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും വരും. എണക്കും പറഞ്ഞു. ഈ സേഫ്റ്റി ഓഫീസർമാർ അത്ര ഡേഞ്ചർ ആണോ മലയാളി? ഡേഞ്ചർ ആണോന്നോ? പാലക്കാട് ഒരു കേസ്, അതായത് വറുത്ത മത്തി ഗർഭിണിയാണെന്നും പറഞ്ഞ് ഭ്രൂണഹത്യ കേസെടുത്തു. പിന്നെ ഒരു കണ്ണില്ലാത്ത അയിലയെ വറുത്ത്, അന്ധനായ അയിലയെ വറുത്തും പറഞ്ഞ് അങ്ങനെ ഒരു കേസ്. പിന്നെ വാഴയുടെ ഇടയിൽ മേഞ്ഞോണ്ട് നടന്ന ഒരു കോഴിയുടെ അസ്ഥാനത്ത് കമ്പി കയറ്റി അൽഫാം ഉണ്ടാക്കി പറഞ്ഞ് മറ്റൊരു കേസും ഉണ്ട്. We are totally trapped. വളരെ ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത്. വാട്ട് ക്യാൻ വി ഡു? നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യേണ്ട, അവള് ചെയ്തോളൂ. കൈയ്യട്. മജിസ്ട്രേറ്റ് വിക്രമൻ തമ്പി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴിനകളുള്ള കൈ ഉണ്ടല്ലോ, അതിനകത്ത് ആദ്യം ഒരു ഗ്ലൗസ് ഇടണം. എന്നിട്ട് വേണം നാരങ്ങ വെള്ളം പിഴിയാൻ. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, തീർക്കരുതേ. അതെ സാറേ, നമ്മൾ ഈ ആൾക്കാർ ഇങ്ങോട്ട് കേറി വരുമ്പോഴേ കൈ കഴുകാനായിട്ട് ബക്കറ്റിൽ വെള്ളം വെക്കണ്ടേ? പുറത്ത് വെക്കണം. വെള്ളം മാത്രമല്ല, സാനിറ്റൈസർ വെക്കണം, ഹാൻഡ് വാഷ് വെക്കണം, സോപ്പ് വെക്കണം, ടിഷ്യൂ പേപ്പർ വെക്കണം. പിന്നെ പഴയ സാധനങ്ങൾ മൊത്തവും നമ്മളങ്ങ് മാറ്റണം. പിന്നെ പുതിയ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം. പിന്നെ അടുക്കള പ്രത്യേകിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അത് പിന്നെ എന്നോട് പറയണോ? ഞാൻ അതെല്ലാം ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആണല്ലേ? മോലാളി ആഹാരത്തിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. 100% അണുവിമുക്തമായ ആഹാരം തന്നെ നമ്മൾ കൊടുക്കും. എങ്ങനെ കൊടുക്കും? എനിക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം സാനിറ്റൈസറിൽ കടു കൊടുക്കുന്നു. അങ്ങനെയുണ്ട്. நல்லா இருக்கும், நல்லா இருக்கும். പിന്നെ ഒരു മനുഷ്യൻ നമ്മൾ ചോദിക്കും, ഇതാണ് ഇവന്മാരെ ഏൽപ്പിച്ചുള്ള കുഴപ്പം. നീ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കണ്ട. 2 മാസത്തിന് ശേഷം ബാക്കി രുചിയായിട്ട് ഇന്ന് കട തുറന്നതേ ഉള്ളൂ. 2 മാസം കൂടി വോട്ട് ചെയ്ത് മുതലാളി. ഞാൻ പെട്ടെന്ന് ഇതിലോട്ട് എന്റെ മനസ്സങ്ങ് മാറിപ്പോയി. വീണ്ടും നമുക്ക് പഴയതിലേക്ക് വരാം. ഇന്ന് മുതൽ നമ്മൾ പുതിയ ആൾക്കാരാണ്. ബിന്ദുവിന്റെ ജോലി എന്ന് വെച്ചാൽ ക്ലീനിങ് ആൻഡ് അരിയൽ. ബാബു സപ്ലയർ. സാർ മലയാളം. വാസു മെയിൻ ഷെഫ്. താങ്ക് യു മുതലാളി, താങ്ക് യു. ഞാൻ തകർക്കും. ഞാൻ കടുവറുത്ത് തള്ളു പോയി. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. പണ്ടത്തെ പോലെ കസ്റ്റമേഴ്സ് വന്നിരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്ത് തിന്നിട്ട് പോടാ എന്ന് പറഞ്ഞ് അവനായിട്ട് ഇതാക്കൂലേ? അതല്ല, ഒരു പുതിയ കസ്റ്റമർ എന്ന് വന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സും വയറും നിറയണം, അയാളെ സുഖിപ്പിക്കണം. എന്റെ ചഞ്ചൽ ഹോട്ടൽ ലോകത്തിന്റെ നെറുകയിൽ ചഞ്ചലിക്കണം. ഇങ്ങനെ കേട്ടോ? അതിനു വേണ്ടിയുള്ള എല്ലാം നിങ്ങളെ സഹായമുണ്ട്. എനിക്ക് എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ നടത്താൻ മലയാളി. ഒക്കെ നടത്താൻ മലയാളി. എന്റെ മാസ്ക് പറഞ്ഞ ഈ മാസ്ക് ഞാൻ ടേബിൾ തുടക്കാൻ എടുത്തു.
മാസ്ക് എടുത്ത ടേബിൾ കൊടുക്കണം. നാണമില്ലടാ, വൃത്തി വേണോടാ. മാസ്ക് എപ്പോഴും ഉപയോഗിക്കണം അറിയാമോ? നിന്റെ മാസ്ക് എവിടെ? അയ്യോ, എന്റെ മാസ്ക് അടുക്കളയിൽ തേങ്ങാപ്പാൽ വഴിയെടുത്തു. നീയൊക്കെ എന്റെ ഹോട്ടലിൽ എന്റെ 101 തേങ്ങ എന്റെ എല്ലാം പൊളി, എന്റെ ഹോട്ടലിൽ പൊളിക്കും. എല്ലാം കയറപ്പെടാം. നിന്നെ കാരണമാണ് മാസ്കിന്റെ ഉത്തരവാദിത്തം പോവാൻ പറ്റേ. വാ. We are coming with food. മാറ്. ഈ ചന്ദ്രനിൽ നിന്ന് നീലാശ്രമം നിങ്ങളുടെ സുഹൃത്താ? അല്ലല്ല, അവന്റെ പേരാ ചന്ദ്രൻ. വി ആർ കമ്മിങ് ഫ്രം ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾക്ക് ഈ ഹോട്ടൽ മൊത്തം ഒന്ന് അണുവിമുക്തമാക്കണം. അതിന്റെ കൂടെ ഒന്ന് മൊത്തം പരിശോധിക്കുകയും കൂടെ വേണം. സാർ, വളരെ സത്യസന്ധമായിട്ട് ക്ലീൻ ആയിട്ട് പോകുന്ന കേരളത്തിലെ ഏക ഹോട്ടൽ ഞങ്ങളുടെ ചഞ്ചലം ഹോട്ടൽ. ഓ, അത് ശരി. ഇതെന്താ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ അല്ലേ സാർ? എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കരിയടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതോ? ഇതെന്താ വിളക്കണച്ചല്ലേ എൻ്റെ? യോ, ഇത് അങ്ങാര് സാറ്? ഇത് എന്റെ അടുപ്പണയ്ക്കോ ഇത്? ഇതെന്താ സാർ? ഇത് മെയിനായിട്ട് ഗ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ധരിക്കണമല്ലോ. നമ്മൾ വൃത്തിയാണ്, ഭയങ്കര ക്ലീൻ ആണ്. അതൊക്കെ ഇതിന് ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? വായിക്ക്. പൊറോട്ട, ബീഫ്, പുട്ടുകടല, ചായ, കാപ്പി. ഞാൻ സംസാരിക്കണ്ടല്ലോ, അവരിതിൽ നോക്കി വായിച്ചോളൂ. അവർ ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോളൂ, അത്രേ ഉള്ളൂ സാർ. അപ്പൊ ഇതോ? ഏത് സാർ? ഇതിൽ മാസ്കിൽ എഴുതി ഇത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ മാത്രം പ്രത്യേകത സാർ. ഇങ്ങനെ വെക്കും, കഴിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കും. കടം പറയരുത്. അതെ, കടം പറയരുത്. അതിനകത്ത് സിബ് വെച്ചിരിക്കുന്നത്. അതെ, ഇത് സിബിന്റെ. ഇത് ഞങ്ങളുടെ കോംപ്ലിമെന്റ് സാർ. ഇതേത് കഴിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ വാ കഴുകിയതിന് ശേഷം നമുക്ക് ഇത് പിന്നെ ചിലവന്മാരുണ്ട്. ഇപ്പൊ ഇത് കൊടുത്തതിന് ശേഷം കഴിച്ചുടനെ തന്നെ ഇത് കിട്ടും, മിണ്ടാതെ പോകും. കടം പൈസ. എടോ, ഒരു കാര്യം അറിയാനുള്ള കാര്യം എന്താ അറിയോ? നമ്മൾ ഈ കൊറോണ വരുന്നത് കൂടുതലും കൈകളിൽ കൂടിയാണ്. കൈകൾ എപ്പോഴും സേഫ് ആയിരിക്കണം. ഇതുപോലെ കൊറോണ കയറൂല, പാമ്പ് കയറും സാർ. കുറച്ച് അതിനകത്ത് അടിച്ചു കൊടുക്കും. അണു കൈ നോക്കി. മിസ്റ്റർ ചന്ദ്രൻ, വി ആർ ഗോയിങ് ടു കിച്ചൺ. എന്താ ആ മാസ്ക് എടുത്ത് പറയാം സാർ? അതായത് നമ്മൾ കിച്ചണിൽ എന്തോ കറണ്ടിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ഇപ്പോൾ സ്വിച്ച് ശരിയാക്കിയിട്ട് സാറിനെ വിളിക്കാം. അതിന് ശേഷം ഒന്ന് നോക്കി മതി കേട്ടോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പോയി ഒന്ന് മാറ്റിക്കോ മിഷൻ. അടിക്കേണ്ടി വരും. പഴയ പോലെ കാറ്റിന് ശക്തിയില്ല. എന്റെ പൊന്ന് വാസു, ആ മോന്തയ്ക്ക് ഇരിക്കുന്ന തുണി എടുത്ത് ദൂരെ കളാം. മാസ്ക് വെച്ചോണ്ട് തീ ഊതാനെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അതൊന്നുമല്ല, എന്റെ വേറെ സൂപ്പർ ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? സാനിറ്റൈസർ ഒഴിച്ച് എന്ത് ചെയ്യും? ദൈവമേ, നീ പിടിച്ച് പോവാന്തോ എല്ലാം കൂടെ. സാനിറ്റൈസർ തളിപ്പ് ഒഴിച്ച് കത്തിച്ച കുറച്ച് എന്റെ തലയിലും കൂടെ ഒഴിച്ചു കത്തിരടാ. ഓ, ആകപ്പാടെ വിഷയമായി. ഗ്ലൗസ് അവിടെ ഓരോന്ന് ചെയ്ത് അവളെ ബ്ലൗസ് കൊണ്ട് കളഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിക്കണം. അവളെ ഗ്ലൗസ് അല്ല, നിന്റെ ഗ്ലൗസ് അവിടെ ഇത് പിടി, ഇട്. ഗ്ലൗസ് എടുത്ത് മാസ്ക് വെച്ചേക്കുന്ന ഈ എടുത്ത് കയ്യിലിടാ. ആ മഞ്ഞ ഇട്ടോടാ അവന്. എന്റെ ബിന്ദു എന്താ ഇതും അരിഞ്ഞോണ്ടിരിക്കുന്ന? ഇതെന്തോന്ന്? ഗ്ലൗസ് എടുത്ത് മാസ്ക് വെച്ചേക്കുന്ന ഇവനെയൊക്കെ ഞാൻ ഇവന്റെ ഈ ആമന താത്തേട്ട് അത് ഉടുപ്പിടാൻ പറ. ആദ്യം
ഈ തണ്ണിമത്ത നീ എന്തോന്നില്ല എഴുതുന്ന അയ്യോ അത് എന്റെ ഫുഡ് ഡയറ്റ്. ഡയറ്റ് ഇത് ആദ്യം എല്ലാം കൂടെ മൊത്തത്തിൽ അവര് കത്തിക്കാൻ വേണ്ടി വരാണ് എല്ലാം റെഡിയാക്കപ്പെടും. ആരും ഒന്നും സാറേ. ഇവിടെ വൃത്തിയായിട്ടൊക്കെ തന്നെ കിടക്കുന്നത്. സാറിന് പേടിക്കാതിരിക്കുക. തൽക്കാലം 4 പേരുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അവരുടെ ഞാൻ പറഞ്ഞോളാം വികലാംഗനാണ്. അയ്യോ സാറേ ഇത് ഇടാനും പറ്റുന്നില്ലല്ലോ. ഇവൻ എന്തെങ്കിലും എടുത്തിട്ടോട് കുറച്ച് കളറെങ്കിലും ഒടിയടാ. സാറ് തിരിഞ്ഞു പോയി. നിന്നോട് പറഞ്ഞല്ലേ തുണി കൊടുത്തോണ്ടിരിക്കണോന്ന് എപ്പോഴും. എടാ ഇവൻ ഉടുപ്പാതെ നേരെ ഇട്ട് കൊടുത്തു. ദൈവമേ ഇതെല്ലാം വൃത്തിയാ. ഇതെവിടെ നിന്റെ കൈ എവിടെ കൈ സ്റ്റാർട്ടാ ഇവിടെ ഉണ്ട്. കൈ സ്റ്റാർട്ടാ. കൈ കിട്ടിയാ സാറേ? ഓക്കെ. മുതലാളി സാറേ ഇത് അങ്ങോട്ട് ഇത് എങ്ങോട്ട് കളയാന്ന് വെച്ചാൽ എടാ ഇവ ഇതുവരെ ഇട്ടിരുന്നത് ഈജിപ്തിലെ റാണിയായത്. എടാ നീ അവര് വരുമ്പോ മിണ്ടരുത്. നമുക്ക് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ വാഴക്കേ പോകുമ്പോ ചാവാൻ പോകുമ്പോഴും അവന്റെ ഹെഡ്സെറ്റ് ഊരി കളറാൻ അങ്ങോട്ട്. എന്തിരുന്നോ? ഓക്കെ ഓക്കെ. എടാ അവരിപ്പം വരും. ഈ ചെറുക്കന്റെ കൈ ഇതുവരെ നിന്റെ കൈ എവിടാ? എടുത്തോട്. ചെറുക്കണ കൈ എവിടെ? അല്ല മിണ്ടല്ലേ സാറേ. ഞാൻ ഇതുവരെ സേഫ്റ്റി ഓഫീസറെ കണ്ടിട്ടില്ല സാർ. നിന്നെ ഇന്റർവ്യൂ ചെയ്യാനല്ല അവര് വരുന്നത്. ഈ കട പൂട്ടിക്കാനുള്ള പരിപാടിയാണ്. അല്ല നമ്മൾ ക്ലിയർ ആണല്ല. ഈ ചെറുക്കൻ എവിടെയെങ്കിലും ഒരു ഹോൾ ഇട്ടോട്ട് അതുവഴി കൈയിടും. നല്ലത് നീ അതിന്റെ അടി കയറിയിടെ. ഇവൻ ശരിയാവില്ല. അതിന്റെ അടി കയറി. ഓ എന്തൊരു നാശമാന്ന് പറ ദൈവമേ. ഇത് മനുഷ്യൻ ജീവിക്കാനും സമ്മതിക്കത്തില്ല. അവരിപ്പം അടി ഇരിക്കട്ടെ. നീ ഇവന്റെ ഗ്ലൗസ് അവരുടെ നീ ഉടുപ്പെടാദ്യം. ഒരു കാര്യം ചെയ്യ്. നേരെ രണ്ട് എടുത്ത് മുക്ക്. വെള്ളത്തിൽ മുക്ക്. 2 കൈ വെള്ളത്തിൽ മുക്ക്. നേരെ മുക്കടാ. നേരെ കൈ നേരെ ഈ മാവിൽ കൈ 2 കൈ നേരെ പോയി. ഓക്കെ. എവിടെ നോക്കട്ടെ? കൈ നോക്കട്ടെ. കറക്റ്റ് ഗ്ലൗസ്. നീ ഒരുപാട് കൈ അനക്കരുത്. കൈ അനക്കിയാ പൊടി പോകും കേട്ടാ. കൈ നീറുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ വൃത്തിയൊന്നും ഇല്ലല്ലോ. സാർ ചുമ്മാ പറ്റിച്ചല്ല നമ്മളാ. ഇത് ചെക്കിംഗ് ഒന്നുമല്ല. നമ്മുടെ വിശ്രമ വേളകൾ ആനന്ദരമാക്കാൻ സ്റ്റീഫൻ ദേവസിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാ ഒന്ന് വായിച്ചാൽ ഇതിന്റെ അറ്റത്ത് ഇപ്പം പൂത്തിരി വരൂലേ? ആ പൂത്തിരി വെച്ച് അടുപ്പൊന്ന് കത്തിച്ചാൽ. അയ്യോ വെള്ളം. പൂത്തിരല്ലേ ഇത്? ഞങ്ങള് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ അടുപ്പ് ഞാൻ കത്തിച്ചത്. ഞങ്ങളോട് കംപ്ലീറ്റ് അണുവിമുക്താക്കാൻ വേണ്ടി വന്ന അങ്ങനെയാണെങ്കിൽ ഒന്ന് എന്റെ വീട് വരെ ഒന്ന് പറഞ്ഞോ. എന്റെ അപ്പൂപ്പനൊന്ന് അണുവിമുക്തം നോക്കണം. 8 കൊല്ലം കൊണ്ട് കിടപ്പിലാണ്. കൊല്ലണ്ട. സേഫ് ആയിട്ടുണ്ടല്ലോ. എല്ലാവരും സേഫ് ആയിട്ട് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. ഗ്ലൗസുകൾ യൂസ് ചെയ്യുമ്പോൾ ഇതാകട്ടെ. ഇത് എത്ര നീറ്റ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഗ്ലൗസ് ആണ്. ഗ്ലൗസുകൾ എപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂസ് ചെയ്യണം കേട്ടോ. ഇത് ആരൊക്കെയാണ്? ഇത് സാർ ഇത് ഇവിടുത്തെ മെയിൻ ഷെഫാണ് സാർ. പിന്നെ ഇത് എന്റെ അമ്മാവന്റെ മൂത്ത മോൻ. പേരെന്താ? എവിടെ സ്ഥലം? ഒറീസയിൽ അമ്മാവൻ. അവര് പണ്ട് ഒറീസയിലെ സെറ്റിൽ ആണ് സാർ. ഇപ്പം പിന്നെ സ്കൂൾ അടച്ചോണ്ട് അവൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്താ പേര്? ബിന്ദു. സുഖാണോ? ബിന്ദു ഗ്ലൗസ് ഇട്ടില്ലേ? അല്ല ഗ്ലൗസ് ഇട്ടില്ലേ? കൊണ്ടുപോകാൻ പാടില്ലേ? ഓഫ് ചെയ്യണോ? ഞാനൊക്കെ ഇവിടെ നിന്നൊന്നും കാര്യമില്ല. ഇത് അവസാനം ബിന്ദു ചെന്ന് നിൽക്കൂ. എല്ലാവരും കൈ നീട്ടു. ഈ സാധനം ഗ്ലൗസ് പോകും. സാർ കുറച്ച് അടുപ്പ് പിടിക്കാം. അടുപ്പ് കത്തിക്കാൻ സാർ അടുപ്പ് കത്തിക്കാം സാർ. സാനിറ്റൈസർ വെച്ചാണ് സാർ ഇവിടെ. ബുദ്ധിക്ക് ചെറിയ വിഷയമുണ്ട് സാർ. ഇവിടെ സാനിറ്റൈസർ ആണ് അടുപ്പിൽ ഒഴിക്കുന്നത്. അതെ സാർ. ഇതൊട്ടും സേഫ്റ്റി അല്ലെന്ന് അറിഞ്ഞുകൂടോ നിങ്ങൾക്ക്? മൊത്തം കുഴപ്പമുള്ള ഇവിടെ ചെക്ക് ചെയ്ത് മൊത്തം ചെക്ക് ചെയ്ത് കുഴപ്പമില്ല സാർ. അതിനകത്തൊന്നും സാനിറ്റൈസർ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ഒന്ന് നീ ഇതൊന്നും കറക്റ്റ് അല്ല. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ കട പൂട്ടുമെന്നാണ് പറഞ്ഞത്. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും. സാറേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ക്ലീൻ അല്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യും. വെച്ചാൽ തെറ്റ് പറ്റാത്തവരായി ആരുമില്ലല്ലോ ഗോപു സാറേ. യതീഷ് രാമേന്ദ്രൻ. തെറ്റ് പറ്റാത്തവരായി ആരുമില്ലല്ലോ രതീഷ് രാമേന്ദ്രൻ സാറേ. തിളച്ചിരിക്കണാണ് കലം. സാറേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ശരിയാവില്ല അല്ലെങ്കിൽ? ഹലോ ഉഗ്രസാനോട് സാർ. ഗംഭീര സാർ. സാറേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ആ അതെ. ഇവിടെ വൃത്തി വേണം. ഇതൊക്കെ ഊരുമ്പോ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണ്ടേ? അതെ സാറേ പ്ലേറ്റ് എടു.
സാറേ ഇത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഡീറ്റെയിൽ. ഡിസ്പോസ് അത് അല്ല സാർ തവി കഴിവിട്ടില്ല, കൈയിട്ടെടുത്തോ, കുഴപ്പമില്ല. സാറേ ആദ്യം ഈ തണ്ണിമത്തനൊന്ന് കഴിച്ചിട്ട്. ഇത് എന്തെന്നാലും സാറ് കഴിക്കുമല്ലോ. സാറേ ചോറ് ആദ്യം ടേസ്റ്റ് ചെയ്യാം സാറേ. ഞാൻ അവിടെ നിന്ന് പേശുന്നത് എന്തൊരു CIT കാരനെ പോലെ അതിലേക്ക്. അതിലല്ലേ സാറേ മത്തിയ ടെസ്റ്റ് ചെയ്യണം. കുറച്ചുകൂടെ ഇടൂ ചോറ്, മതിയോ? കുറച്ചുകൂടെ ഇടൂ. കാരണം അടിഭാഗത്ത് എന്താണെന്ന് നമുക്ക് അറിയണം. കാരണം ഡീറ്റെയിൽ ആയിട്ട്. ആ മതി 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 മതി. അതെ കേറുമല്ലോ. കുട്ടിക്ക് കണ്ണില്ലേ? അല്ല മീനിന് കണ്ണില്ല. ആ മീൻ വേണ്ട, വേറെ മീൻ എടുക്കും. ഓ അരപ്പ് പൊതിഞ്ഞിരിക്കുകയാണേ. മതി മതി, ഞാൻ ടെസ്റ്റ് ചെയ്തോട്ടെ. സാർ ഫയലും ചെയ്തു സാർ. ഞാൻ സൂക്ഷിച്ചു വെച്ചു. ആ മാസ്ക് എടുത്ത് വെക്കണം. എന്നേക്ക് മതി മതിയോ? മതി. ഇത് ചെറിയൊരു കുഴപ്പമുണ്ട് സാറേ. എന്താ സാറേ? ശരിയാവില്ല. അല്ല സാർ, സൂപ്പറാണ് സാർ, നല്ല സാധനം. കൈയിടല്ലേ വിളമ്പിത്തരാം. എന്താ വേണ്ട? ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും കേട്ടോ. കഴിഞ്ഞില്ലേ കമത്ത്? സാർ ഞാൻ ഉണ്ടാക്കിയാണ്. സാർ ഞാൻ റിപ്പോർട്ട് ചെയ്യും. സാറേ ഇച്ചിരി പുളിശ്ശേരി ഒഴിക്കട്ടെ. സാറേ എൻ്റെ മത്തി റിപ്പോർട്ട് ചെയ്യല്ലേ സാറേ? ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ പോയി മേടിച്ചാണ്. സാർ വേണമെങ്കിൽ കിച്ചടി റിപ്പോർട്ട് ചെയ്തു. സാറേ സാറേ ക്ലീൻ അല്ല. സാർ പുറത്തുനിന്നല്ല പറയണം സാർ. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ബീഫ് ഇരിപ്പണം. ബീഫ് ഇരിപ്പുണ്ടോ നോക്കാണ്. ഇല്ല വൈകിട്ടേ ഉള്ളൂ. ഇല്ല സാറേ, പച്ച ബീഫേ ഉള്ളൂ. വെന്തില്ല. പറയാ ഇല്ല ഇല്ല ഇല്ല. പറമ്പിൽ അങ്ങനെ ഒന്നും കാണുന്നു. സാറേ ഇച്ചിരി മാമ്പഴ പുളിശ്ശേരി ഒഴിക്കട്ടെ? ഞാൻ ഉണ്ടാക്കിയത്. കുപ്പിയുണ്ടോ? സാർ ഞങ്ങൾ കഴിക്കാറില്ല സാർ, ആരും കഴിക്കാറില്ല. അതല്ല, ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ടെസ്റ്റ് ചെയ്യാനായിരിക്കും. ടെസ്റ്റ് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. വീട്ടിൽ കൊണ്ടുപോകണം. പൂച്ചണ്ട് ഇവിടെ. പൂച്ച ഇല്ല സാർ, ഒരു ഗസ്റ്റിന് കൊടുത്ത്. പൂച്ചന് കറി വെച്ച് കൊടുത്താ? ഇല്ല അതിന്റെ കൂടെ ഒന്ന് കൊച്ചിന് വളർത്താൻ വേണ്ടി കൊടുത്തു. കൊച്ചിന് പൂച്ച ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കി ആരും അതൊക്കെ ഞാൻ നോക്കിയാ ഗ്ലൗസ് ചുരണ്ടിക്കളയുന്നു. ഗ്ലൗസ് ചുരണ്ടിക്കല്ല സാർ, പൊറോട്ടക്കുള്ള മാവ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഗ്ലൗസ് അല്ലായിരുന്നു. അതെ, ഒട്ടും നീറ്റല്ല, ക്ലീൻ അല്ല. സാറേ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടോ? അടുത്ത ആഴ്ച ഒന്നുകൂടി വരേണ്ടി വരും. ഓ ഉച്ചക്ക് തന്നെ ആയിരിക്കും. കുടിക്കാൻ ഇച്ചിരി വെള്ളം ഇടും. സാനിറ്റൈസർ ഇടണ്ട.